ലക്ഷ്മി നക്ഷത്ര രേണുസുതി ലക്ഷ്മി നക്ഷത്ര കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ കൊടുത്ത ഇന്റർവ്യൂ രേണുസുതിയുടെ ഹെൽത്ത് കണ്ടീഷൻ തൊട്ട് അവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്ക് വരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇത്രയും കാലം രേണുസുതിക്കെതിരെ നെഗറ്റീവ് പറഞ്ഞവർ ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യോ, പരമാവധി അത് ഹൈഡ് ചെയ്ത് വെക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ ചെറിയ ഭാഗം ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഇപ്പം ഇതിനു മുമ്പ് രേണുവിനെ നെഗറ്റീവ്സ് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം നേരെ മാറി. പക്ഷെ ഒരാൾക്ക് വയ്യ എന്ന് കണ്ടാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മനസ്സലിവും തോന്നാത്ത വ്യക്തികളൊന്നുമല്ല ഞങ്ങൾ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കമന്റ് ഇടുന്നവരും നെഗറ്റീവായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നവരും ചിന്തിക്കണേ. അതിപ്പം ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അത് അവരുടെ ജാതകത്തിൽ ഉണ്ടാവും. ആ പറഞ്ഞത് നേരാ. എയറിൽ കയറാനുള്ള അവസരം ആർട്ടിസ്റ്റുകളായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഞങ്ങൾ അതെടുത്ത് അങ്ങനെ റിയാക്ട് ചെയ്യും. നമ്മള് ഇടയ്ക്ക് ഏറി പോണ്ടി വരും, ഇടയ്ക്ക് താഴെ പോണ്ടി വരും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുവോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മോശം വീഡിയോ ചെയ്യും? ഞങ്ങളുടെ വീട്ടിലാരും ഇങ്ങനെ എയറിൽ കയറാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാറില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ മാക്സിമം എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നേ നമ്മൾ നോക്കുകയുള്ളൂ. പക്ഷെ അല്ലാതെ ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അതൊരാള് എന്ത് കമന്റ് വേണമെങ്കിലും പറയാം, എന്ത് കമന്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. എന്റെ അങ്ങനെ ഒന്നുമില്ല. നല്ലത് കണ്ടാൽ നല്ലത് പറയും, ചീത്തത് കണ്ടാൽ ചീത്തത് പറയും, അത്രേ ഉള്ളൂ. ഒന്നും വരില്ലല്ലോ. ഈ 10 ഫേക്ക് അക്കൗണ്ട് കൊണ്ട് നടക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഞങ്ങൾ റിയാക്ഷൻ ബ്ലോഗേഴ്സ് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഒറിജിനൽ അക്കൗണ്ടിൽ തന്നെ വന്ന് റിയാക്ട് ചെയ്യും. നമ്മുടെ വീട്ടിൽ ഒരു ആപത്ത് വന്നാലേ അതിന്റെ വേദന എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ മാത്രമാണ് നമുക്കത് പൊള്ളുള്ളൂ. അപ്പൊ അത് മാത്രമേ പറയാനുള്ളൂ. ലക്ഷ്മി നക്ഷത്രയുടെ പ്രതികരണം കേട്ടില്ലേ? ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അത് അവർ തന്നെ സമ്മതിച്ചല്ലോ, സന്തോഷം. ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് രേണുസുതിയുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി. പരമാവധി ആരും അവരെ ചെന്ന് കാണാതിരിക്കുക. അതായത് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ബാക്ടീരിയ, ഫംഗസ് ഒക്കെ പടരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധൻ തന്നെയാണെങ്കിൽ മാസ്ക് വെച്ചിട്ടാണ് രേണുസുതിയുടെ അടുത്ത് പോകുന്നതെന്നും പറയുന്നുണ്ടായിരുന്നു. പിന്നെ പരമാവധി എല്ലാവരും വീഡിയോ കോളിൽ തന്നെ രേണുസുതിയെ കണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുക. കാരണം പരമാവധി യാത്ര കുറച്ചാൽ അത് അവർക്കും സേഫ്റ്റിയാണ്, നമ്മൾക്കും സേഫ്റ്റിയാണ്. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടി ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ചെറിയ ഭാഗവും കൂടി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. പക്ഷെ ഇത്ര നാളും കല്ലെറിഞ്ഞവര് ഇപ്പൊ രേണു മോളെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കാണുമ്പോ ഈ മോശം കമന്റ് ഇട്ട സമയത്ത് നിങ്ങൾക്ക് ഒന്നും ആലോചിക്കായിരുന്നില്ലേ? അത്ര മാത്രമേ പറയാനുള്ളൂ. എന്തും എപ്പോഴും പറയാം എന്നുള്ള ആ ഒരു ധാരണ നിങ്ങൾ മാറ്റണം. ഇപ്പോ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് പറയാനുള്ളത്, രേണുസുതിക്കെതിരെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് അവർക്ക് വയ്യ എന്ന് കാണുമ്പോൾ മനസ്സലിവ് തോന്നാത്ത മനുഷ്യപ്പറ്റില്ലാത്തവരൊന്നും അല്ല ഞങ്ങൾ റിയാക്ഷൻ ബ്ലോഗേഴ്സ്. രേണുസുതിക്കെതിരെ ഇപ്പോഴും കുറെ നെഗറ്റീവ് കമന്റ്സ് അവരുടെ കമന്റ് ബോക്സിലൊക്കെ വരുന്നുണ്ട്. അവരെ എനിക്ക് മനുഷ്യത്വം ഇല്ലാത്തവരെന്ന് മാത്രമേ വിശ്വസിപ്പിക്കാൻ കഴിയൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.